നിങ്ങളൊരു റൂമിലേക്ക് എൻ്റർ ചെയ്യാണ്, പക്ഷേ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ബട്ട് വേറൊരാൾ വന്നപ്പോൾ എല്ലാവരും അയാളെ ശ്രദ്ധിക്കുകയാണ്. വാട്ട് മേക്സ് ദം ഡിഫറെൻറ്റ്? അവർക്ക് എന്താണ് പ്രത്യേകത? ഇറ്റ്സ് നോട്ട് ദെയർ ലുക്സ്, ഇറ്റ്സ് നോട്ട് ദെയർ മണി, ഇറ്റ്സ് നോട്ട് ഈവൻ അബൌട്ട് ബീങ് എക്സ്ട്രോവേർട്ടഡ്. ഇറ്റ്സ് ആക്ച്വലി എ മൈൻഡ് സെറ്റ്. അതൊരു മൈൻഡ് സെറ്റാണ്. ആൻഡ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയാലുണ്ടല്ലോ, ദെൻ നിങ്ങളും മാഗ്നറ്റിക് ആവും, മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യും. സോ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹൗ ടു ബിക്കം സോഷ്യലി അട്രാക്റ്റീവ്. ലെറ്റ്സ് ഡു ഇറ്റ്. ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾ ചെയ്യുന്ന ഒരു ഹ്യൂജ് മിസ്റ്റേക്കാണ് ദേ ട്രൈ ടു ഹാർഡ്. യെസ്, അവർ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഓവർ തിങ്ക് ചെയ്യും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർ വേറൊരാളെ പോലെ ആക്ട് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ദംസെൽവ്സ്. ആൻഡ് കോമഡി എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് അവരെ ലെസ് അട്രാക്റ്റീവ് ആക്കുന്നതും. കാരണം വാലിഡേഷൻ സീക്ക് ചെയ്യുന്നവരിലേക്കല്ല ആളുകൾ അട്രാക്റ്റ് ആവുന്നത്, മറിച്ച് വാല്യൂ കൊണ്ടുവരുന്ന ആളുകളിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, മറ്റുള്ളവർ തന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? അത് വളരെ ഓക്വേർഡ് ആവും അല്ലേ? നമുക്ക് തന്നെ എന്തോ ഒരു പോലെയാവും. ബട്ട് നിങ്ങളൊരു കാം, കോൺഫിഡൻറ്റ് ആൻഡ് കംഫർട്ടബിളായിട്ട് നിൽക്കുന്ന ഒരാളെ മീറ്റ് ചെയ്താലോ, അപ്പോൾ നിങ്ങൾക്കും അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആവും അല്ലേ? സോ നിങ്ങൾക്ക് സോഷ്യലി അട്രാക്റ്റീവ് ആവണമെങ്കിൽ ദെൻ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുത്താനായിട്ട് കഷ്ടപ്പെടുത്തുന്നത് സ്റ്റോപ്പ് ചെയ്യുക ആൻഡ് സ്റ്റാർട്ട് തിങ്കിങ് ഡിഫറെൻ്റ്ലി. ഏത് സോഷ്യൽ സെറ്റിങ്ങിൽ പോയാലും നിങ്ങളെ വളരെ അട്രാക്റ്റീവ് ആക്കുന്ന 3 കീ മൈൻഡ് സെറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. മൈൻഡ് സെറ്റ് നമ്പർ 1, ഐ ബിലോങ് ഹിയർ. സോഷ്യലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു ഔട്ട്സൈഡറെ പോലെ ആക്ട് ചെയ്യില്ല. അവർക്കറിയാം ദേ ഡിസേർവ് ടു ബി ദെയർ. അവരങ്ങോട്ട് ഒതുങ്ങി പോവില്ല, പകരം ദേ ഓൺ ദെയർ സ്പേസ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നെർവസ് ആയിട്ട് അവിടെയുള്ള ആൾക്കാരെ സ്കാൻ ചെയ്യരുത്. പകരം സ്വയം പറയുക, ഐ ബിലോങ് ഹിയർ, എൻ്റെ പ്രസൻസും വാല്യുബിൾ ആണ്. നിങ്ങൾ അവിടുത്തെ ഒരാളെ പോലെ ആക്ട് ചെയ്താലുണ്ടല്ലോ, ദെൻ ആളുകളും അത് തന്നെ അസ്യൂം ചെയ്യും. ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. സ്ലോ ഡൗൺ യുവർ മൂവ്മെൻറ്റ്സ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് റഷ് ചെയ്യുകയോ ഫിഡ്ജറ്റിംഗ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. മൂവ് ലൈക്ക് യു ഓൺ ദ സ്പേസ്. എന്നിട്ട് നോക്ക് ആൾക്കാർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന്. മൈൻഡ് സെറ്റ് നമ്പർ 2, ദ ഹൈ വാല്യൂ മെൻറ്റാലിറ്റി. മിക്ക ആൾക്കാരും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് എന്നെ ഇഷ്ടമായാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. പക്ഷേ ഹൈ വാല്യൂ പീപ്പിൾ ഇത് നേരെ ഫ്ലിപ്പ് ചെയ്യും. അവർ ചിന്തിക്കുന്നത് എനിക്കവർ ഇഷ്ടാവോ എന്നാവും. ദിസ് ഈസ് എ ഗെയിം ചേഞ്ചർ. ആൾക്കാരെ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്നതിന് പകരം അവർ ശരിക്കും നിങ്ങളുടെ സമയത്തിന് വേർത്താണോ എന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യുക. പക്ഷെ ഒരിക്കലും അറഗൻ്റ് ആവരുത്, മോശമായിട്ട് ബിഹേവ് ചെയ്യരുത്, എപ്പോഴും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാം. തിങ്ക് അബൌട്ട് ഇറ്റ്. സോഷ്യലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ചേസ് ചെയ്യില്ല, പകരം അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ദേ ലെറ്റ് അതേഴ്സ് കം ടു ദം. സോ നിങ്ങളെ വില കുറച്ച് കാണാതിരിക്കുക, നിങ്ങളെ സ്വയം ഒരു ഹൈ വാല്യൂ പേഴ്സണായിട്ട് ട്രീറ്റ് ചെയ്യുക. മൈൻഡ് സെറ്റ് നമ്പർ 3, ദ ക്യൂരിയസ് കണക്ടർ. സോഷ്യലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ദേ ഡോണ്ട് ട്രൈ ടു ബി ഇൻട്രസ്റ്റിംഗ്, ഇൻസ്റ്റെഡ് ദേ ബിക്കം ഇൻട്രസ്റ്റഡ്. അതായത് മിക്ക ആൾക്കാരും അവരെ പറ്റി സ്വയം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. പകരം മറ്റുള്ളവരിൽ ഇൻട്രസ്റ്റഡ് ആവുക. ജെന്യുവനായിട്ട് അവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി കാണിക്കുക. ദെൻ യു ബിക്കം മാഗ്നറ്റിക്. നെക്സ്റ്റ് ടൈം ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരെന്താ, എവിടെയാണ് വീട്, എന്ത് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള ബോറിംഗ് ക്വസ്റ്റ്യൻസൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ, കുറേ കൂടി അവർക്ക് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ആ സിറ്റുവേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. മേക്ക് ദം ഫീൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ഗുഡ് ഫീലിംഗ് ആയിരിക്കും. സോ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യും. സിമ്പിൾ. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് ആ 3 മൈൻഡ് സെറ്റിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എങ്ങനെ അത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം, അതിനുള്ള 4 പ്രാക്ടിക്കൽ ടെക്നിക്സ് പറഞ്ഞുതരാം. നമ്പർ 1, സ്ലോ ഡൗൺ യുവർ സ്പീച്ച് ആൻഡ് മൂവ്മെൻറ്റ്സ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ റഷ് ചെയ്യില്ല. സംസാരിക്കുമ്പോൾ ഈസി ആയിട്ട് ഒരു കൺട്രോളോടെ സംസാരിക്കുക. നമ്പർ 2, ഹോൾഡ് ഐ കോണ്ടാക്ട് ജസ്റ്റ് എ ലിറ്റിൽ ലോങ്ങർ. നന്നായിട്ട് ഐ കോണ്ടാക്ട് കൊടുക്കുക, പക്ഷെ ഒരുപാട് നേരം നോക്കി നിൽക്കരുത്, ക്രീപ്പി ആവരുത്. ബട്ട് അവർക്ക് മനസ്സിലാവണം നിങ്ങൾ അവരെ കേൾക്കുന്നുണ്ട്, പ്രസൻറ്റ് ആണ് എന്ന്, ആ ഒരു രീതിയിൽ. ഓക്കെ ആണല്ലോ. നമ്പർ 3, ഡോണ്ട് ഫിയർ സൈലൻസ്. മിക്ക ആൾക്കാരും കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഒരു പോസ് വന്നാൽ നെർവസ് ആവും. ബട്ട് സോഷ്യലി അട്രാക്റ്റീവ് പീപ്പിൾ ഓൺ ദ സൈലൻസ്. അവരെല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്യാനായിട്ട് റഷ് ചെയ്യൊന്നുമില്ല. ബി കാം.
നമ്പർ 4, ഡിറ്റാച്ച് ഫ്രം ദി ഔട്ട്കം. ഒരിക്കലും മറ്റുള്ളവരെ നിങ്ങളെ ഇഷ്ടപ്പെടുത്താനായിട്ട് ഫോഴ്സ് ചെയ്യരുത്. ജസ്റ്റ് ബി യുവർ സെൽഫ് ആൻഡ് കണക്ഷൻസ് ഒക്കെ നാച്ചുറലി സംഭവിച്ചോളും. സോ ഇതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദെൻ നിങ്ങളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും വളരെ നാച്ചുറൽ ആൻഡ് എഫോർട്ട്ലെസ് ആകും. സോ ഇതൊക്കെ ട്രൈ ചെയ്യുക. ഐ ഗ്യാരണ്ടി യു നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് സീ ദ ഡിഫറൻസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.